നമ്മൾ വാഗമണ്ണ് പോവുകയാണ്. ഞാനുണ്ട്, അമൃതയുണ്ട്, രണ്ടുപേരുണ്ടായിരുന്നു. അവർക്ക് പെട്ടെന്ന് വാഗമണ്ണ് എത്തണം, ചെറിയൊരു ആവശ്യമുണ്ട്. അങ്ങനെ അവർ നേരെ പോയി. അപ്പം നമ്മൾ രണ്ടുപേരെ ബാഗുള്ളൂ. അവർ നേരെ പോയി. അവർ ഞാൻ വഴിയിൽ വെച്ച് കാണിച്ചു തരാം. ഓക്കെ, ബൈ. പറഞ്ഞ വഴിക്ക് ഒന്ന് ശരത്തിന് ചെറിയൊരു ആവശ്യപ്രകാരം നമ്മൾ ഇടയ്ക്ക് വഴിയിൽ ഇറങ്ങി. എങ്ങനെയുണ്ട് ശരത്ത്? അത് സന്തോഷമായി. ഹെൽമെറ്റ് മിക്കവാറും ഓക്കെയാണ്. ബാക്കി റോഡാണ്, വണ്ടി വരും. ഗൈസ്, നമ്മൾ പറഞ്ഞ വഴിക്കൊന്ന് പള്ളിയിൽ കയറി ഒന്ന് പ്രാർത്ഥിക്കാമെന്ന് കരുതി. മാതാവിൻ്റെ അവിടെ വന്ന് ഇവിടെ സ്ഥലം ഇവിടെ എത്തുന്നില്ല. പുനലൂരല്ലേ? ചായ കുടിക്കാൻ വേണ്ടി നിർത്തിയിരിക്കുകയാണ്. ഇടയ്ക്ക് ആദ്യം ഭയങ്കര ഓട്ടവും ചാട്ടവും ഒക്കെ ആയിരുന്നു. അമൃത പറയല്ലേ, കാറി വന്നാ മതിയായിരുന്നു. രാത്രി അതൊക്കെ ഉണ്ടായിരുന്നു. അമൃത ഇതുവരെയുള്ള യാത്ര എങ്ങനെ ഉണ്ടായിരുന്നു? ഒരു മനുഷ്യൻ ചോദിച്ച ചോദ്യം കേട്ട ആദ്യത്തെ പ്ലാനിൽ ഹാപ്പി ലാൻഡ് റെഡി കയറണം. കോഫി ഉണ്ട്. ഇത് ഞാൻ കോഫി, ശരത്ത് കോഫി, അവിടെ ഒരു ലൈറ്റ് ചായ, അമൃത അതിലെ ഷുഗർ കട്ട്. അതുകൊണ്ടൊന്നും എത്തി, കണ്ണിമല എത്തിയിരിക്കുകയാണ്. ഒരു ചാക്ക് ഒരു ട്രിപ്പ് ഇറങ്ങിയതാണ്. ചൂട് വെള്ളം, ബിസ്ക്കറ്റ്, ഹോർലിക്സ്. ശരത്താണ് കൊണ്ടുവരുന്നത്. ഞാൻ റെയിൻകോട്ടൊക്കെ ഇട്ടിട്ടുണ്ട്. എങ്ങോട്ടെന്ന് വെച്ചാൽ ഷൗക്ക് റെയിൻകോട്ടില്ല. വർണ്ണ വഴിക്കാണ് നമ്മൾ ഈ കാളച്ചന്ത കണ്ടത്. കണ്ടോ മക്കളെ? പറയേ, നിങ്ങൾ നല്ലൊരു വില നോക്കി പറഞ്ഞിട്ട് ഇത് എടുക്കിയത്. ആ സംഭവമാണ്. എല്ലാവരും ഇവിടെ അത് കാണാൻ വേണ്ടി ഇറങ്ങി നിൽക്കുകയാണ്. ശരതിന് തണുത്ത് വിറയ്ക്കുന്നു. അത് കണ്ടോ? അത് ലേലം വിളിച്ചു കൊണ്ടുപോകുന്നതാണ്. ജല്ലിക്കെട്ട്, കാള, പോത്ത്, എരുമ, അങ്ങനെയുള്ള എന്തൊക്കെ ഐറ്റം കുറേ സംഭവങ്ങളുണ്ട്. താഴെ പുള്ളി ചെളിയാണ്ടാണ് നമ്മൾ ഇറങ്ങാത്തത്. അപ്പോൾ നല്ല മഴ, ചെളി. കച്ചവടം ഉറപ്പിക്കുന്ന ആൾക്കാർ വാങ്ങുന്നു, കൊണ്ടുപോകുന്നു. മരാപ്പ മേളിലോട്ട് പോകുമ്പോഴുള്ള കാഴ്ച, കുന്ന്, കോട, അത് നോക്കി ചൂണ്ടി കാണിച്ചു കൊടുക്കുന്ന ആതിരേന്റെ ശരി വിശദീകരണം, എക്സ്പ്ലെയിൻ. സഞ്ചാരിയുടെ ഡയറി കുറിപ്പാണ്. ഇപ്പോൾ ചാർലി ബിഗ് പോയിന്റ് എത്തിയിരിക്കുന്നത്. ചാർലി സിനിമയിലുള്ള സ്ഥലം. ഓക്കെ, എൻ്റെ വണ്ടി ഇതായിരിക്കുന്നു, ചെറുപ്പിൽ രണ്ട് ഇതായിരിക്കുന്നു. എന്താ വളഞ്ഞെങ്കാനം, അത് ഓക്കെയാണ്. വളഞ്ഞെങ്കാനം ഇതാണ്. പക്ഷേ താഴോട്ട് നോക്കുമ്പോൾ നമുക്ക് സിനിമയുള്ള പോലെ ഒന്നുമില്ല, അതൊക്കെ മാറിയിട്ടുണ്ട്. ഓക്കെ, വളഞ്ഞെങ്കാനം വാട്ടർ ഫോൾ. റെയിൻകോട്ട് ഇടണമെന്ന് ഒരാഗ്രഹമില്ലായിരുന്നു, പക്ഷേ മഴ ആയതുകൊണ്ട് ഇട്ടേ പറ്റുള്ളൂ. നല്ല മഴ, നല്ല ക്ലൈമറ്റ്. നമ്മൾ വാഗമൺ എത്തിയിട്ടില്ല, എത്തുന്നത്. അതിൻ്റെ അമ്മയെ വിളിക്കുന്നു, അമൃത. കണ്ടോ കോട? കണ്ടോ നിങ്ങൾ? തിരക്കുണ്ട്, നല്ല തിരക്കുണ്ട്. എല്ലാവരും റെയിൻകോട്ടൊക്കെ ഇട്ട് കഴിഞ്ഞ് ശരത്ത് ചിരിടാ. നല്ല മഴ, വാഗമണത്ത് നല്ല മഴയാണ്. നമ്മളെല്ലാവരും റെയിൻകോട്ട്, അതിൽ പുതിയ റെയിൻകോട്ട്. ശരത്ത് ഫുൾ സൈസ്. ശരത്ത് മഞ്ഞയും പാൻറ്റാണ്, പാൻറ്റൊക്കെ. ഞാനും എൻ്റെ റെയിൻകോട്ട്. എന്താ മോനെ? എത്തിയിട്ടില്ല. വാഗമണിൻ്റെ താഴെയുള്ള കുറച്ച് ഭാഗമാണ്. എനിക്കിതിൽ സംസാരിക്കണമെന്ന് നല്ലതായിട്ട് പിടിയൊന്നുമില്ല. വ്ളോഗർ ഇവിടെ തുണി അലക്കുന്നു. നമ്മൾ വന്ന വണ്ടി. നമ്മൾ വാഗമണ്ണെത്തി. ഇവിടെ കാപ്പ് കുടിക്കാൻ വേണ്ടി ഫുഡ് കഴിച്ചിറങ്ങി. അവൻ തിരിച്ച് ഇനി ഇവിടെ നമ്മൾ നേരെ മൊട്ടക്കുന്ന്, പിന്നെ പൈൻ ഫോറസ്റ്റ്, അങ്ങനെ ഗ്ലാസ് ബ്രിഡ്ജ്, അഡ്വഞ്ചർ പാർക്ക്, അങ്ങനെ അങ്ങോട്ട് പോകണം. നമ്മൾ വണ്ടി ഇതായി ഇവിടെ. നമ്മൾ ഇവിടെ നിന്നാണ് ഫുഡ് കഴിച്ചത്. നല്ല ഫുഡായിരുന്നു. ആതിര മസാല ദോശ.
ഇവിടെ നെയ് റസ്റ്റ്, ശരത്ത് മസാല ദോശ. ഞാൻ പിന്നെ മസാല ദോശയാണ്. ശരത്തിന് പോകണം. ശരത്തിന് ആരും അവിടെ വന്നു, അപ്പൊ അതിനെ കാണാൻ പോകണം. വേറെ ഒന്നും പറയാനില്ല. വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പറയും. 2000 രൂപയ്ക്ക് പെട്രോൾ മേടിക്കണം പോകുമ്പോ. ശരത്തിന്റെ ലുക്ക് പറക്കിച്ചു പറക്കും. ശരിയാണ് ശരത്ത്, ഇത് കണ്ട് ചിലപ്പോൾ എനിക്ക് കല്യാണ ആലോചനയൊക്കെ വരും. മുട്ടക്കുന്നിലെത്തിയിരിക്കുകയാണ്. ശരത്ത് ശരത്ത് ഡാൻസ് മുട്ടക്കുന്ന് ശരത്ത് വെറുതെ എല്ലാവരും ആഹ്ലാദിപ്പിന് ഒരു അമൃതയുടെ റെയിൻകോട്ട്, ശരത്തിൻ്റെ റെയിൻകോട്ട്, ബാഗ്, ഹെൽമെറ്റ് ഇതെല്ലാം നമ്മൾ ഇവിടെ സേഫ് ആക്കി വെച്ചിട്ടുണ്ട്. അടുത്ത റെയിൻകോട്ട് ഇടാനുള്ളവരെല്ലാവരും റെയിൻകോട്ട് ഇടും. നമ്മൾ വീണ്ടും മുട്ടക്കുന്നിൽ വന്നു. പക്ഷേ മഴ കാരണം നമുക്കിവിടെ റൈഡിലൊന്നും കയറാൻ പറ്റില്ല. കാണിച്ചു തരാം. അവർ അടച്ചിട്ട് പോയിരിക്കണം, ആരുമില്ല. സൈക്കിളൊക്കെ കയാക്കി മഴ ആയതിനാൽ താൽക്കാലികമായി അവർ അടച്ചിരിക്കും. നമ്മളിപ്പോൾ നിൽക്കുന്നത് അഡ്വഞ്ചർ പാർക്കിലാണ്, കാണുന്നില്ലേ? അപ്പോൾ നമ്മളിനി അകത്തോട്ട് പോയിട്ട് ബാക്കി പരിപാടികൾ കാണിച്ചു. പറഞ്ഞതിലൊരു മാറ്റമുണ്ട്. അകത്തോട്ട് നമ്മൾ പോകുന്നില്ല, മഴ കാരണം അവിടെ എല്ലാം ക്ലോസ്ഡ് ആണ്. ഓറഞ്ച് അലേർട്ട് ആണ് ഇവിടെ. അപ്പോൾ വന്നിട്ട് നമ്മൾ തിരിച്ചു പോകുന്നു. ഓക്കെ, ബൈ. ഗാർഡൻ കണ്ടിട്ട് തിരിച്ചു പോകുന്നു. പ്രത്യേകിച്ച് ഒന്നുമില്ല. പാർക്ക് ഉണ്ടായിരുന്നെങ്കിൽ കാണാൻ കുറച്ച് സാധനങ്ങളുണ്ടായിരുന്നു, പക്ഷെ ഒന്നുമില്ല. നേരെ ടിക്കറ്റ് എടുത്ത് 30 രൂപ. നേരെ ഇവിടുന്ന് അത് ശ്രദ്ധിക്കണ്ട, അതിവിടെ നമ്മൾ ഫൈൻ ഫോറസ്റ്റിൻ്റെ ഉള്ളിലോട്ട് പോവുകയാണ്. ഷാറുഖ് ഖാനാവാൻ വേണ്ടി നിൽക്കുന്ന ശരത്ത്. സബ്സ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞ ആൾക്കാരുടെ അടുത്ത് ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. സൂപ്പർ ആയിട്ടുണ്ട്. ഒറ്റയ്ക്ക് ഷാറുഖ് ഖാൻ. ശരത്ത് ഷാറുഖ് ഖാൻ കാണീര്. അയ്യോ, അത് വേറെ ഏതായിപ്പോ കേട്ടോ. പൈൻ ഫോറസ്റ്റിന്റെ മുകളിൽ ഇനി പറയട്ടെ. പൈൻ ഫോറസ്റ്റിന്റെ മുകളിൽ ചുറ്റും കോടയാണ്, താഴെയും കോടയുണ്ട്. അടുത്ത് ഫോട്ടോ എങ്ങനെ എടുക്കണം എന്നുള്ള ചർച്ച. എനിക്കിപ്പോൾ നമ്മുടെ ഷാറുഖ് ഖാൻ്റെ സിമ്പിൾ കാണിച്ചു തരും. അടിക്കും ഗൈസ്, ഷാറുഖ് ഖാൻ കാണിക്കും. ടൈമിങ് പോയി. ഷാറുഖ് ഖാൻ 1 2 3 സ്റ്റാർട്ട്. അതിലങ്ങനെ തന്നെ മരിച്ചു നിൽക്കുകയാണ്. ഷാറുഖ് ഖാൻ തേഞ്ഞു കൈ, സൽമാൻ ഖാനായി. ഓക്കെ, ഷാറുഖ് ഖാൻ ഏതിൻ്റെ ഇടാ? ഓക്കെ, നമ്മൾ താഴെ നിന്നപ്പോൾ ശരത്ത് പറഞ്ഞ് മുകളിലോട്ട് പോകാമെന്ന്. മുകളിലോട്ട് ഫുള്ള് പൈൻ ഫോറസ്റ്റ് ആണ്. ഇപ്പം മുകളിൽ നമ്മൾ വന്നപ്പോൾ അവനെ താഴോട്ട് പോകണമെന്ന്. ഇപ്പോഴല്ല ഗൈസ്, നമ്മൾ പൈൻ ഫോറസ്റ്റിൽ നിന്ന് ഇറങ്ങി ഇനി നേരെ അടുത്ത അഡ്വഞ്ചർ പാർക്കിലോട്ടാണ് പോണത്. അപ്പോൾ ഇതുവരെ എത്തി ചെറിയൊരു മനസ്സിലായില്ലേ, എല്ലാവരും ചെറുതായിട്ടൊന്ന് ക്ഷീണിതരായി. ശരത്ത് ചാണകം ചവിട്ടി കഴുകിക്കളഞ്ഞു. നമ്മളിപ്പോൾ കാണുന്നതാണ് പാലൊഴുകും പാറ. എങ്ങനെ ഉണ്ട്? സൂപ്പർ അല്ലേ? നല്ല രസമാണ് കേട്ടോ. മുകളിൽ നിന്ന് 2-3 സെക്ഷനായിട്ടാണ് വെള്ളം ഇങ്ങനെ പോകുന്നത്. താഴെ കണ്ടോ? ഇവിടുത്തെ വ്യൂ നോക്കും മലയുടെ, ഒരു രക്ഷയില്ല. അവിടെ ഒരു വീട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ, അങ്ങ് വരെ ഉണ്ട്. ഇതാണ് നമ്മുടെ പാലൊഴുകും. അങ്ങനെ ഉണ്ട്. ഫുഡ് കഴിക്കാൻ വേണ്ടി ഹോട്ടലിൽ എത്തിയിരിക്കുകയാണ്. അതിനോട് അമൃതമുണ്ട്. അതിലേക്കൊന്ന് അത്യാവശ്യം ചെറിയ ക്ഷീണമൊക്കെ ആയി. ശരീരത്തിന് ചെറിയ ഉറക്കം വരുന്നെന്ന് പറഞ്ഞു. തലക്കെട്ടടിച്ച് ഉറക്കം മാറ്റി. അപ്പോൾ നമ്മൾ രാവിലെ പോയിട്ട് തിരിച്ച് അമൃതയുടെ വീട്ടിലെത്തിയിരിക്കുന്നു. അതോടുകൂടി നമ്മുടെ വാഗമൺ യാത്ര അവസാനിച്ചിരിക്കുന്നു. ഓക്കെ, ബൈ, ടാറ്റ.